നമസ്കാരം. തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പല നേട്ടങ്ങൾക്ക് പിന്നിലും പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കും പണിമുടക്കിനും ഒന്നും എതിരല്ല. പക്ഷേ പണിമുടക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ പണിമുടക്കാതിരിക്കാനും അവകാശമില്ലേ? ജോലി ചെയ്യാനെത്തിയവരെ തടഞ്ഞും കയ്യേറ്റം ചെയ്തും യാത്രക്കാരെ പെരുവഴിയിലാക്കിയും പണിമുടക്കിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നത് ന്യായമാണോ? കാലം മാറി, പുതിയ കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കണം. പ്രതിഷേധം കാലോചിതമാകണം, ജനസൗഹൃദപരമാകണം. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംയുക്ത തൊഴിലാളി പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. സർവീസിന് തയ്യാറായ KSRTC ജീവനക്കാരെ തടഞ്ഞ് സമരാനുകൂലികൾ. കടകൾ അടപ്പിച്ചു വലഞ്ഞ് ജനങ്ങൾ. പലയിടത്തും ജോലിക്കെത്തിയവർക്ക് നേരെ കയ്യേറ്റം, ഭീഷണി. ദേശീയതലത്തിൽ ചലനമുണ്ടാക്കാതെ പണിമുടക്ക്. കീം പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ലെന്ന് സിംഗിൾ ബെഞ്ച്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം. അപ്പീൽ നൽകി സംസ്ഥാന സർക്കാർ. നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. കേരള സർവകലാശാലയിൽ പോരു തുടരുന്നു. പദവിയിൽ തുടരരുതെന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും KS അനിൽകുമാറിന് താൽക്കാലിക VC സിസ തോമസിന്റെ കത്ത്. അനിൽകുമാറിന്റെ അവധി അപേക്ഷ തള്ളി VC. സംസ്ഥാനത്ത് നാളെ SFIയുടെ പഠിപ്പ് മുടക്ക് സമരം. സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററിലെത്താൻ വഴിയൊരുങ്ങുന്നു. സിനിമയുടെ പേരിൽ V ജാനകി എന്ന് മാറ്റം വരുത്തുമെന്നും കോടതി രംഗങ്ങളിൽ പേര് കേൾപ്പിക്കില്ലെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. മുഖ്യ പരിഗണന സിനിമ പുറത്തിറക്കുന്നതിനെന്ന് JSKയുടെ അണിയറ പ്രവർത്തകർ. UDFൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സർവേ ഫലവുമായി ശശി തരൂർ. 28.3% പേർ തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ട സർവേ ഫലം പങ്കുവച്ചത് സമൂഹമാധ്യമത്തിൽ. മുഖ്യമന്ത്രി ആരെന്നല്ല, അധികാരത്തിലെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ. വെള്ളപ്പൊക്ക ദുരിതത്തിൽ തൃശൂർ ചേർപ്പ് പഞ്ചായത്ത്. ഓരോ മഴക്കാലത്തും ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ട ഗതികേടിൽ നാട്ടുകാർ. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം. ടോപ് 10 സ്പെഷ്യൽ. നിപയിൽ ആശ്വാസം. കോട്ടക്കലിൽ മരിച്ച സ്ത്രീയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സംഘം മലപ്പുറത്ത്. നിപ നിർണയത്തിനായുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന് നാളെ ലോർഡ്സിൽ തുടക്കം. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. ക്ലബ് ലോകകപ്പിൽ 2ാം സെമി ഇന്ന്. റയൽ മാഡ്രിഡ് PSG മത്സരം രാത്രി 12:30. രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് 2 മരണം. അപകടത്തിൽപ്പെട്ടത് ജാഗ്വാർ യുദ്ധവിമാനം. അന്വേഷണം ആരംഭിച്ച് വ്യോമസേന. ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന് 9 മരണം. തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് സംസ്ഥാനത്തെ നിശ്ചലമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പലയിടത്തും KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. കൊല്ലത്തും പത്തനംതിട്ടയിലും കടകൾ അടപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയെയും സമരം കാര്യമായി ബാധിച്ചു. തമ്പാനൂരിൽ നെയ്യാറ്റിൻകരയിലേക്ക് സർവീസ് നടത്താനിരുന്ന ബസ് സമരാനുകൂലികൾ തടഞ്ഞു. നെയ്യാറ്റിൻകര വെള്ളതട പാറശാല ഡിപ്പോയിലും നെടുമങ്ങാട് ഡിപ്പോയിലും ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് പോലീസ് ഗതാഗത സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. RCCയിലേക്കും മറ്റും പോകുന്നവർക്കാണ് ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓട്ടോ, ടാക്സി എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 42 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തിയത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. കാട്ടാക്കടയിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതിയുണ്ട്. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ KSRTC ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സർവീസ് നടത്തുന്നതിൽ നിന്ന് സമരാനുകൂലികൾ വിലക്കി. കൊല്ലത്ത് മരുന്ന് വിതരണ ഗോഡൌൺ സമരാനുകൂലികൾ അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ സബ് സെന്ററാണ് അടപ്പിച്ചത്. ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പത്തനംതിട്ടയിലും പണിമുടക്ക് പൂർണ്ണമാണ്. സർവീസ് നടത്താൻ ചില ജീവനക്കാർ എത്തിയെങ്കിലും സമരാനുകൂലികൾ അനുവദിച്ചില്ല. എന്നാൽ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് രാവിലെ സർവീസ് നടത്തി. ബസ്സിലെ ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ചാണ് വണ്ടി ഓടിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക വസതിയായ റോസ് ഹൌസ് മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ പോയത് കാൽനടയാത്രയായി. 6 മാസം മുമ്പേ പ്രഖ്യാപിച്ച പണിമുടക്കാണ്. അതുകൊണ്ട് യാത്രക്കാരെ തടഞ്ഞതിൽ സമരക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. പണിമുടക്ക് സംബന്ധിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നും ഗണേഷിന്റേത് ഇടതുമുന്നണി നിലപാടല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം. തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിന് എത്രമാത്രം കഴമ്പുണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ഇനി മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ ദേശീയ പണിമുടക്കിൽ മധ്യകേരളം നിശ്ചലമായി. കടകമ്പോളങ്ങൾ അടച്ചിട്ടതും ബസ്സുകൾ നിരത്തിലിറങ്ങാതായതോടെയും ബന്ദിന് സമാനമായ സാഹചര്യമായിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സമരാനുകൂലികൾ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഹോട്ടൽ അടിച്ചു തകർത്തു. അവശ്യ സർവീസുകൾ ഒഴിച്ച് മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങാത്ത സാഹചര്യമായിരുന്നു മധ്യ കേരളത്തിൽ. എറണാകുളം ഡിപ്പോയിൽ KSRTC ബസ് സർവീസ് നടത്താൻ ജീവനക്കാർ തയ്യാറായെങ്കിലും സമരാനുകൂലികൾ തടഞ്ഞു. ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് നഗരത്തിൽ സർവീസ് നടത്തിയത്. കൊച്ചി മെട്രോ പതിവ് സർവീസുകൾ തുടർന്നു. പണിമുടക്ക് ദിവസത്തിൽ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ച കടകൾ നിർബന്ധപൂർവ്വം അടപ്പിച്ചത് ബന്ദിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത്. കൂട്ടമായെത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകളടക്കം അടിച്ചു തകർക്കുകയായിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സമരക്കാർ മർദ്ദിച്ചതായി പരാതിയുണ്ട്. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ നിലമ്പേരൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. ഇടതനുകൂല സംഘടനാ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. ഈരാറ്റുപേട്ടയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സാണ് ടൗണിൽ തന്നെ തടഞ്ഞത്. ഇടുക്കി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസും ഇറിഗേഷൻ ഓഫീസും സമരക്കാർ അടപ്പിച്ചു. പീരുമേട്ടിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. കടകമ്പോളങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായതോടെ ആലപ്പുഴ നഗരവും നിശ്ചലമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ഇനി മലബാറിലെ സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ദേശീയ പണിമുടക്ക് മലബാറിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഒന്നും തന്നെ പുറപ്പെട്ടില്ല. അതേസമയം പാവങ്ങാട് ഡിപ്പോയിൽ KSRTC ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ സമരാനുകൂലികൾ അടപ്പിച്ചപ്പോൾ കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ദേശീയ പണിമുടക്ക് വടക്കൻ കേരളത്തെ കാര്യമായി തന്നെ ബാധിച്ചു. KSRTC സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും കോഴിക്കോട് നിന്നും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. ഇതറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ഇവിടെ വന്ന് ബസ് ഓടുന്നതല്ല മന്ത്രിൻ്റെ പ്രസ്താവന, പക്ഷെ ഇവിടെ വന്ന് നോക്കുന്നേരം അങ്ങനത്തെ ഒരു നിലപാട് കാണുന്നില്ല. ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വന്നതാ. ബസ് ഓടുന്നില്ല. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു മാർഗം കാണുന്നില്ല. നോട്ടീസ് നൽകിയതാണെന്നും സമരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാത്തതിനാലാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നുമായിരുന്നു CITUവിന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്ക് ഈ ഇതിന്റെ പണിമുടക്കിന്റെ ആ മുദ്രാവാക്യത്തിന്റെ ഗൗരവം എന്താണെന്നുള്ളത് വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാവങ്ങാട് ഡിപ്പോയിൽ ജോലിക്കെത്തിയ 9ഓളം വരുന്ന BMS ട്രേഡ് യൂണിയനിൽപ്പെട്ട KSRTC ജീവനക്കാരെ CITU ജീവനക്കാർ ഇടപെട്ട് തടഞ്ഞു. സർവീസിന് വേണ്ടി തയ്യാറായി പുറത്തേക്ക് എടുക്കുമ്പോൾ സമരാനുകൂലികളെ തടയാണ് ഉണ്ടായത്. പോലീസ് സംരക്ഷണം തരികയാണ്. ഞങ്ങൾക്ക് എസ്കോർട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്. കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ നിരവധി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. ചരക്ക് കയറ്റിയ വാഹനങ്ങൾ തടഞ്ഞതിനൊപ്പം മീൻ മാർക്കറ്റും പൂട്ടിച്ചു. മുക്കം സിവിൽ സ്റ്റേഷനും കൃഷിഭവനും AEO ഓഫീസും സമരാനുകൂലികൾ ഇടപെട്ട് അടപ്പിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ കോഴിക്കോട് ആദായനികുതി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് വൻ വിജയമായി എന്നുള്ളതിനെയാണ്
തൊഴിൽശാലകളിൽ, വ്യവസായശാലകളിൽ, തൊഴിൽ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള സ്തംഭനം ഇന്ന് രാജ്യം നേരിടുകയാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ ജീവനക്കാരെ പൂട്ടിയിട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ദേശീയ തലത്തിൽ ജനങ്ങളെ ബാധിച്ചില്ല. ഡൽഹി, ചെന്നൈ, ബംഗളൂരു, മുംബൈ മെട്രോ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. ജന്തർ മന്ദറിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഖനി അടക്കമുള്ള തൊഴിൽ മേഖലകളെ സമരം ബാധിച്ചു. ബീഹാറിൽ RJDയുടെ നേതൃത്വത്തിൽ രാവിലെ റോഡ്, റെയിൽ ഗതാഗതം തടഞ്ഞു. പശ്ചിമബംഗാളിലും ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. മൈസൂരിൽ AITUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നു. കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ലെന്ന് കോടതി അറിയിച്ചു. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം. അതിനിടെ ഹൈക്കോടതി വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി. ഹർജി നാളെ പരിഗണിക്കും. പ്രോസ്പെക്ടസിലില്ലാത്ത വെയിറ്റേജ് മാർക്ക് ഫലം പ്രസിദ്ധീകരിച്ച ശേഷം ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക തയ്യാറാക്കിയതിനെതിരെ നൽകിയ ഹർജികൾ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പട്ടിക റദ്ദാക്കിയത്. ഓഗസ്റ്റ് പകുതിയോടെ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കണമെന്ന IICTE ഷെഡ്യൂളും താളം തെറ്റുമോ എന്ന ആശങ്ക ഉയർന്നു. പരീക്ഷാഫലത്തിലെ മാർക്ക് അടിസ്ഥാനത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഈ ആഴ്ചയിൽ തുടങ്ങാനിരുന്ന പ്രവേശന നടപടികൾ ഇതോടെ കടുത്ത അനിശ്ചിതത്വത്തിലായി. അതുകൊണ്ട് തന്നെ സർക്കാർ ഇന്ന് തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ച് ഉത്തരവ് സ്റ്റേ ചെയ്താൽ മാത്രമേ നിലവിലുള്ള റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാകൂ. ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അനുകൂല ഉത്തരവ് ഉണ്ടാകാത്ത പക്ഷം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന് പകരം മെറിറ്റ് അടിസ്ഥാനത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. പ്രോസ്പെക്ടസിൽ ഏത് സമയത്തും മാറ്റം വരുത്താനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നാണ് സർക്കാർ വാദം. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച ശേഷം വെയിറ്റേജ് നൽകി റാങ്ക് ലിസ്റ്റ് ക്രമീകരിച്ചത് എത്രത്തോളം നിയമപരമായി ശരിയാണെന്നാണ് സിംഗിൾ ബെഞ്ച് പരിശോധിച്ചത്. സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാല പോരിൽ നിലപാട് കടുപ്പിച്ച് സിസ തോമസ്. ക്യാമ്പസിൽ കയറുതെന്ന് കാണിച്ചു രജിസ്ട്രാർക്ക് വൈസ് ചാൻസലർ ചുമതലയുള്ള സിസ തോമസ് കത്ത് നൽകി. അവധിക്ക് ശേഷം തിരികെ എത്തുന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നാളെ യൂണിവേഴ്സിറ്റിയിലെത്തും. പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറരുതെന്ന് കാണിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് വൈസ് ചാൻസലർ സിസ തോമസ് ആണ് കത്ത് നൽകിയത്. സിൻഡിക്കേറ്റ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ലെന്നും ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്നുമാണ് കത്തിൽ പറയുന്നത്. നിർദ്ദേശം ലംഘിച്ചാൽ കനത്ത നടപടി നേരിടേണ്ടി വരുമെന്നും VC വ്യക്തമാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ സമരത്തിനെതിരെയും വൈസ് ചാൻസലർ DGPക്ക് പരാതി നൽകി. അക്രമങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ 17 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം അവധിയിലായിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സംസ്ഥാനത്ത് തിരിച്ചെത്തി. നാളെ യൂണിവേഴ്സിറ്റിയിലെത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം തീർക്കാനാണ് SFIയുടെ തീരുമാനം. ഗവർണർക്കെതിരായ പ്രതിഷേധവും നാളെ മുതൽ ശക്തമാകും. യൂണിവേഴ്സിറ്റി സംഭവത്തിൽ പ്രതികരിക്കാത്ത പ്രതിപക്ഷ നടപടിയെ SFI വിമർശിച്ചു. ഞങ്ങൾ ഇന്നലെ വളരെ അതിശയത്തോടു കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് VD സതീശൻ്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളെ കണ്ടത്. നിങ്ങൾ നോക്കൂ, അവർ പറഞ്ഞ പ്രസ്താവനകളിൽ എവിടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ RSS തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ, മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. RSSനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായിസമായി തോന്നുന്നത്? RSSനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത്? അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാലയിൽ വരരുതെന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നുമുള്ള നിർദ്ദേശത്തിന് പിന്നാലെ അവധി അപേക്ഷ നൽകി രജിസ്ട്രാർ KS അനിൽകുമാർ. വൈസ് ചാൻസലർക്ക് ഇമെയിൽ വഴിയാണ് അവധി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളുടെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് VC പരിഹസിച്ചു. ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അവധി അപേക്ഷ നൽകിയിട്ടുള്ളത്. തന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്ക് നൽകണമെന്നും അപേക്ഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ പോലീസ് കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിസ്സാര കാര്യത്തിന് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിൽ ബലിയാടാകുന്നത് വിദ്യാർത്ഥികളാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു.
എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. കേരള സർവകലാശാലയിലെ സംഭവവികാസങ്ങൾ നാടകമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വിഷയത്തിന്റെ പ്രാധാന്യം വഴിതിരിച്ചുവിടുകയാണ്. ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധി തുടരുമ്പോഴാണ് ഇത്തരം നീക്കമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ഗവർണറുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും സണ്ണി ജോസഫ് ഡൽഹിയിൽ പ്രതികരിച്ചു. എന്നാൽ ഭരണകക്ഷി സംഘടനകള് സത്യത്തിൽ ഇപ്പം വിഷയത്തിന്റെ പ്രാധാന്യം അവർ തിരിച്ചുവിടാൻ വേണ്ടിയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും, കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവവികാസങ്ങൾ, തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം തലവന്റെ വെളിപ്പെടുത്തൽ, അതെല്ലാം പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ നിൽക്കും. ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ആ വിഷയങ്ങളെയെല്ലാം അവഗണിക്കാനും ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ടുള്ള ഗവർണർ ഗവൺമെന്റ് ഒത്തുകളിയായിട്ട് വേണം ഇപ്പോഴത്തെ കാണാൻ. സുരേഷ് ഗോപി ചിത്രം JSK തിയേറ്ററിലെത്താൻ വഴിയൊരുങ്ങുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൽ V ജാനകി എന്ന് മാറ്റം വരുത്താമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ഒരു കോടതി രംഗത്തിലും ജാനകി എന്ന പേര് സിനിമയിൽ നിശബ്ദമാക്കും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ മുഖം രക്ഷിക്കാൻ ഒടുവിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും എവിടെയാണ് സിനിമയിൽ മതസ്പർദ്ധ വളർത്തുന്ന രംഗങ്ങളെന്നും ഉള്ള കോടതിയുടെ ചോദ്യത്തിന് ഒരിക്കൽ പോലും യുക്തിസഹമോ നിയമപരമോ ആയ ഒരു മറുപടി നൽകാൻ സെൻസർ ബോർഡിന് സാധിച്ചില്ല. ഒടുവിൽ കോടതി തന്നെ സിനിമ കണ്ടു വിലയിരുത്തിയ ശേഷം നിർമ്മാതാക്കളുടെ ഹർജിയിൽ വാദം തുടർന്നപ്പോൾ 86 സ്ഥലത്ത് തിരുത്തണമെന്ന പിടിവാശിയിൽ നിന്നും സെൻസർ ബോർഡ് അയഞ്ഞു. പേരിന്റെ കൂടെ V എന്ന് ചേർക്കണമെന്നും കോടതി രംഗങ്ങളടക്കമുള്ള 3 പേര് നിശബ്ദമാക്കണമെന്നുള്ള ഭേദഗതി സെൻസർ ബോർഡ് തന്നെയാണ് കോടതിക്ക് മുന്നിൽ വെച്ചത്. നിർമ്മാതാക്കളും ഇത് അംഗീകരിച്ചതോടെ എത്രയും വേഗം പുതിയ പ്രിന്റ് സെൻസർ ബോർഡിന് നൽകാനും അത് ലഭിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാനും കോടതി നിർദ്ദേശം നൽകി. കേസിന്റെ മെറിറ്റിൽ വാദം കേട്ടാൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലായതോടെയാണ് സെൻസർ ബോർഡ് പിടിവാശി ഉപേക്ഷിച്ചത്. പണം മുടക്കിയ നിർമ്മാതാക്കൾക്ക് എത്രയും വേഗം സിനിമ പുറത്തിറക്കണമെന്ന ആവശ്യമുള്ളതുകൊണ്ട് സെൻസർ ബോർഡിന്റെ ആവശ്യം അവരും അംഗീകരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. സിനിമ പുറത്തിറക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ അണിയറ പ്രവർത്തകർ. കോടതി വിധിയിൽ നിരാശയൊന്നുമില്ല. റിലീസ് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. എത്രയും വേഗം സെൻസർ ബോർഡിന് മുമ്പിൽ സിനിമ വീണ്ടും സമർപ്പിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 100% വിജയിക്കുന്നൊരു കേസാണെന്ന് തന്നെ അറിയാം. പക്ഷേ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാലും അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇരു കക്ഷികൾക്കുമുണ്ട്. വിവാദത്തിൽ പ്രതികരണവുമായി സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ നടന്നത് സമവായമെന്നും സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി ചെറുത്തുനിന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് ജാനകിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരുന്നില്ല, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വരട്ടെ എന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പുനഃനാമകരണം ചെയ്യണമെന്നായിരുന്നു CBFCയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി. അതിന് ഞാൻ ആ ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും നേടിയിരിക്കുന്നത് ചെറിയൊരു വിജയമായി ഞാൻ കാണുന്നില്ല. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് ഇനിയും സംഭവിക്കും. വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടണം. സംസ്ഥാനത്ത് UDFന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സർവേ ഫലം പങ്കുവച്ച് ശശി തരൂർ. സ്വകാര്യ ഏജൻസിയുടെ സർവേയിൽ 28.3% പേർ തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടതായാണ് പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി ആരെന്നല്ല, അധികാരത്തിലെത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ പ്രതികരിച്ചു.
സംസ്ഥാനത്ത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ താനാണെന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലം എക്സിലൂടെയാണ് തരൂർ പങ്കുവച്ചത്. കൂപ്പുകൈ ഇമോജിയോടെയാണ് തരൂർ ഇത് പങ്കുവച്ചത്. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണ് സർവേ നടത്തിയത്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. സിറ്റിംഗ് MLA-മാരെ മാറ്റണമെന്നാണ് പങ്കെടുത്ത 62% പേരും ആഗ്രഹിക്കുന്നതെന്ന് സർവേ ഫലം പറയുന്നു. 23% പേർ മാത്രമാണ് നിലവിലുള്ള MLA-മാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്. 15.4% മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള VD സതീശനുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നത്. 28.3 പേർ ശശി തരൂരിന് അനുകൂലമായാണ് പ്രതികരിച്ചത്. UDF-ൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെന്ന് 27% പേരും അഭിപ്രായപ്പെടുന്നു. അതേസമയം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും KK ശൈലജയ്ക്ക് പിന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനസമിതിയെന്നും സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ 17.5% പേർ പിന്തുണച്ചപ്പോൾ 24.2% KK ശൈലജയ്ക്കുള്ള പിന്തുണ. കഴിഞ്ഞ കുറച്ചു നാളുകളായി തരൂരിന്റെ നിലപാടുകൾ UDF-ന് തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് UDF-ൽ നിന്നുള്ള അടുത്ത മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന സർവേ ഫലവുമായി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. വെള്ളപ്പൊക്ക ദുരിതത്തിൽ നട്ടം തിരിയുകയാണ് തൃശൂർ ചേർപ്പ് പഞ്ചായത്തിലെ 500ഓളം പേർ. മഴക്കാലമായാൽ പ്രദേശത്തെ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ട ഗതികേടിലാണ് ഇവർ. വീടുകളിൽ വെള്ളം കയറിയാൽ പിന്നീട് മാസങ്ങളോളം സർക്കാർ സ്കൂളുകളിലെ ക്യാമ്പുകളിൽ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥ. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വീട്ടുമുറ്റങ്ങളിൽ മുട്ടറ്റം വെള്ളം, നടവഴിയിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ സർവത്ര ദുരിതത്തിലാണ് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ. വെള്ളമുയർന്നപ്പോൾ ക്യാമ്പുകളിൽ അഭയം തേടിയവർക്ക് വീടുകളിലേക്ക് ഇതുവരെ മടങ്ങാൻ സാധിച്ചിട്ടില്ല. പലരും ക്യാമ്പിലെത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. വർഷങ്ങളായി വെള്ളപ്പൊക്ക ദുരിതത്തിൽ നട്ടം തിരിയുകയാണ് ഇവർ. ഈ ദുരിതം തുടങ്ങിയിട്ട് മാസങ്ങളായി. കൊല്ലം ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. വെള്ളം കയറും. വെള്ളം കയറിയിട്ട് പഞ്ചായത്തും കാര്യങ്ങളൊക്കെ വന്ന് ശരിയാക്കാം ഓരോന്ന് പറഞ്ഞു പോകും. പിന്നെ ഒന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം വെള്ളം വരും, ക്യാമ്പിൽ പോകും. ഇപ്പോൾ 1.5 മാസമായി ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ നടന്നു പോകാനും പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ക്യാമ്പിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴേ ഭയങ്കര ദുരിതം. ചേർപ്പ് പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്താൻ പലരും എത്തിയെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. സ്കൂൾ തുറന്ന വശം ഈ ഉണ്ണികളുടെ പഠിപ്പ് പോവാം. അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും കൂടി പറയുന്നത് വേണ്ടെന്നിട്ട് വെച്ചാൽ ഈ സ്കൂൾ ഒഴികെ ഒരു സ്ഥലം കണ്ട് ഞങ്ങൾക്കൊരു ബിൽഡിങ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ താമസിക്കാവുന്ന രീതിയിൽ വലിയ ഓവറല്ല പറയുന്നത്. അത് പണിത് ഞങ്ങളുടെ സൗകര്യത്തിന് അവിടേക്കൊന്നും ഞങ്ങൾക്ക് ഈ കൊല്ലത്തിന് ഞങ്ങൾക്ക് കയറണം ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. സർക്കാർ സ്കൂളുകളിലാണ് നിലവിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 2 ക്യാമ്പുകളിലായി 500-ലധികം ആളുകളാണ് താമസിക്കുന്നത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂൾ അധികൃതരും ദുരിതത്തിലായിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടെ പഠനം വരെ ദുഷ്കരമാണെന്ന് അധ്യാപകർ പറയുന്നു. ആൾക്കാർ താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ 2 ആഴ്ച പൂർണ്ണമായിട്ട് അനുഭവിച്ചു. ഞങ്ങൾക്കൊരു ക്ലാസ് പോലും തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അതങ്ങോട്ട് എഫക്റ്റീവ് അല്ല. ഈ ക്ലാസ് റൂം തുറന്നു കൊടുത്ത് അവർ പോയി എന്നതല്ലാതെ പിന്നെ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇവരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് പാർപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന ആവശ്യം. മഴ തോർന്നെങ്കിലും കോൾപ്പാടങ്ങളിലെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ മാസങ്ങളോളമായി വെള്ളത്തിനടിയിലാണ്. പാമ്പും നീർനായുമൊക്കെ വീടിനകത്തേക്ക് വരെ എത്തിത്തുടങ്ങി. കയ്യേറ്റങ്ങളും പുഴകളുടെ സ്വാഭാവിക ഒഴുക്കും പുനഃസ്ഥാപിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനുവേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. വെള്ളം കയറി വീട്ടുസാധനങ്ങൾ നശിച്ച് മാസങ്ങളോളം ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഇവർക്ക് മഴക്കാലത്ത് താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു കെട്ടിടം വേണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിന് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രളയ ദുരിതം അനുഭവിക്കുന്നവർ പറയുന്നു. സ്കൂളിൽ പോകാൻ പറ്റില്ല, പിന്നെ ഇവിടെ താമസിക്കാനും പറ്റില്ല, പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എടുത്ത് ക്യാമ്പിൽ പോകേണ്ട അവസ്ഥയാണ്. പഠിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ചില ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല സ്കൂളിലേക്ക്. ക്യാമ്പിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വെള്ളം കയറുമ്പോൾ പാമ്പ് കയറുന്നു, പിന്നെ എലി അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. വീട് പാടത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ കൂടെ കയറിയിട്ടാണ് വീട്ടിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ പാമ്പ് നീർനായ ഒക്കെ ഉണ്ട് വെള്ളത്തിൽ. അരക്കൊപ്പം വെള്ളമുണ്ട്. ഇവിടെ വരുന്നത് ഞാൻ ഒരു കടലാസ് സഞ്ചിയിൽ സാധനങ്ങളും ഒരു സഞ്ചിയും ഒരു ബക്കറ്റും തലയിൽ വെച്ച് കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ആകെ പറിച്ചിട്ട് വന്നത്. ചെറിയ പിള്ളേരുണ്ട്,
7ലും 9ലും 6ലും പഠിക്കുന്ന പിള്ളേരാണ്. പോവാൻ ഒരു തപ്പുമില്ല, വെള്ളത്തിന് ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് വഴി പോലും ഒരു ഉണ്ടാക്കി തരുന്നില്ല. എത്ര കാലമായി എന്നറിയാം, 30 കൊല്ലമായി ഞങ്ങളിവിടെ വന്നിട്ട്. ഈ 30 കൊല്ലം ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വഴി ശരിയാക്കി തരില്ല. വഴിയില്ല എന്നാ പറയുന്നുള്ളൂ. ഇപ്പോഴും വീട്ടിനകത്ത് ഒരു കട്ടയ്ക്ക് വെള്ളമുണ്ട്. ഒരു മാസം അവനെ പോണു. ഇപ്പോഴും വെള്ളത്തിനൊരു കുറവില്ല. വെള്ളം ഇപ്പോഴും അകത്ത് ഞങ്ങളുടെ 3 വീട്ടിൽ ഇപ്പോഴും വെള്ളം അവിടെ. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഈ ചേർപ്പ് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഈ വീട്ടുകാർ നിലവിൽ ക്യാമ്പിലാണ്. ഏകദേശം 500-ൽ പരം ആളുകളാണ് ഈ ചേർപ്പിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ്. സർക്കാർ സ്കൂളുകളിലെ ക്യാമ്പുകളിലാണ് ഇവർ കഴിയുന്നത്. അതുകൊണ്ട് സ്കൂളിൻ്റെ നടത്തിപ്പിനും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അധ്യാപകരടക്കം പറയുന്ന ഒരു സാഹചര്യമാണ്. ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുടെ ആവശ്യം അവർക്ക് അടച്ചുറപ്പുള്ള വെള്ളം കയറാത്ത സുരക്ഷിതമായ ഒരു വാസയോഗ്യമായ സ്ഥലം അത് നൽകണമെന്ന്, അത് സർക്കാർ ഇടപെട്ടാണെങ്കിലും പഞ്ചായത്ത് ഇടപെട്ടാണെങ്കിലും അത് അവർക്ക് നൽകണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എല്ലാ വർഷവും മഴക്കാലമായാൽ സ്വന്തം വീട് വിട്ടിറങ്ങി ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശവാസികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് പകരമായി കൃത്യം ഈ മഴക്കാലത്ത് താമസിക്കാനുള്ള ഒരു വാസയോഗ്യമായ സ്ഥലം വേണമെന്നുള്ളൊരു ആവശ്യം അതാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ആളുകളൊക്കെ നിരന്തരം ഇവരുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ ഒരു വാസയോഗ്യമായ സ്ഥലം ഇവർക്ക് വേണമെന്ന് കൂടി പറയുന്നു. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഈ വീടുകളിലൊക്കെ കാണുന്നത്. മാത്രമല്ല പാമ്പ്, മറ്റ് ജലജീവികളൊക്കെ വീടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം, വീട്ടിൽ നിന്നും വെള്ളം മുക്കി പുറത്തേക്ക് കളയേണ്ട ഒരു സാഹചര്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഇതിന് ശാശ്വത പരിഹാരം വേണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തി. നാഷണൽ സെന്റർ ഫോർ ഡിസീസിലെ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പ്രണയ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് മലപ്പുറത്തെത്തിയത്. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 498 മലപ്പുറം കോട്ടക്കലിൽ മരണപ്പെട്ട നിപ സമ്പർക്ക പട്ടികയിലെ 78കാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. സംസ്ഥാനത്ത് തുടർച്ചയായി നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തെ സഹായിക്കുന്നതിനും സാഹചര്യങ്ങൾ പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നതിനുമായി 10 അംഗ സംഘമാണ് മലപ്പുറത്തെത്തിയത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് സംസ്ഥാനത്തെത്തിയത്. NCDC ജോയിന്റ് ഡയറക്ടറും പൊതുജനാരോഗ്യ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രണയ് വർമ്മയാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, വന്യജീവി സ്പെഷ്യലിസ്റ്റ്, വെറ്റിനറി കൺസൾട്ടന്റ്, മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. കൂടാതെ നിരീക്ഷണത്തിനും സർവേക്കുമായി ഡോക്ടർ ദിലീപ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള 8 അംഗ സംഘം പാലക്കാട് സന്ദർശനം നടത്തി. ഇരുവരും വൈകാതെ മലപ്പുറത്തെത്തും. അതിനിടെ മലപ്പുറം മങ്കടയിൽ നിപ്പ ബാധിച്ച് മരണപ്പെട്ട 18കാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ള വയോധിക മരണപ്പെട്ടത് നിപ്പ കാരണമല്ലെന്ന് സ്ഥിരീകരിച്ചത് ഏറെ ആശ്വാസകരമായി. പരിശോധനാ ഫലം വരുന്നതുവരെ മരണപ്പെട്ട 78കാരിയുടെ സംസ്കാരം നടത്തുന്നത് ആരോഗ്യവകുപ്പ് തടഞ്ഞിരുന്നു. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 498 മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 203 പേരും, കോഴിക്കോട് നിന്ന് 111 പേരും, പാലക്കാട് 177 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇതിൽ 16 പേർ ചികിത്സയിലാണ്. 29 പേർ ഹൈയസ്റ്റ് റിസ്കിലും 116 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലുണ്ട്. അതേസമയം നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിയായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. നിപ നിർണയത്തിനായുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിർദ്ദിഷ്ട വൈറോളജി ലാബിന്റെ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ. 6 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കാനായിട്ടില്ല. BSL-3 വൈറോളജി ലാബ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി ആരോപിച്ചു. 6 വർഷം മുമ്പ് നിപ്പ കോഴിക്കോട്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കാലത്ത് വൈറോളജി ലാബിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയാണ് BSL-3 വൈറോളജി ലാബ്. ICMR അനുവദിച്ച 5.5 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് 2019 ലാബിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് എസ്റ്റിമേറ്റ് 11 കോടിയാക്കി ഉയർത്തി.
വൈറോളജി ലാബിന്റെ നിർമ്മാണ ചുമതല കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിനാണ്. ലാബിൽ സ്ഥാപിക്കേണ്ട വില കൂടിയ ഉപകരണങ്ങൾ കെട്ടിടത്തിന് പുറത്തും അകത്തുമായി ഇറക്കി വെച്ചിട്ട് മാസങ്ങളായി. കനത്ത മഴയിലും ടാർപോളിൻ കൊണ്ട് മൂടിയ ചില ഉപകരണങ്ങൾ കെട്ടിടത്തിന് പുറത്തിട്ടിരിക്കുകയാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ലാബിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഗുജറാത്തിലെ കമ്പനിയിൽ നിന്ന് ലാബിലേക്ക് കൊണ്ടുവന്ന പല ഉപകരണങ്ങളും നിലവാരം കുറഞ്ഞവയാണെന്ന് കണ്ടെത്തിയതോടെ തിരിച്ചയച്ചിരുന്നു. പകരം ഉപകരണങ്ങൾ ഇനി വരേണ്ടതുണ്ട്. പണ്ട് ആരോ പറഞ്ഞതുപോലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ രൂപത്തിലേക്കാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഈ വൈറോളജി ലാബിനുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുകയും അതിനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് മെഡിക്കൽ കോളേജ് സമരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓരോ വർഷവും നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് വൈറോളജി ലാബിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാറുള്ളത്. പുതിയ ഉപകരണങ്ങൾ എത്തുന്ന മുറയ്ക്ക് ലാബിന്റെ പ്രവർത്തനം വൈകാതെ തുടങ്ങാനാവുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഓരോ തവണ നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കുതിരവട്ടം പപ്പ് പറയുന്ന പോലെ ഇപ്പോൾ ശരിയാക്കി തരാം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതുപോലുള്ള യന്ത്രസാമഗ്രികൾ ഇവിടെയുണ്ട്. എന്നാൽ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പോലും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയുണ്ട്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.